ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്ന കേസ് രണ്ട് കാര്യങ്ങളാണ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് റാങ്ക് മേക്കർ പുസ്തകം നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെയും ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ തരാനായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഗ്രൂപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതെല്ലാ കുട്ടികളും അത് കൃത്യമായിട്ട് നോക്കുകയും അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്കുള്ള പ്രോസസ്സുകൾ, നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ കേസ്, നമുക്ക് ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്ന ദിവസം, അതുപോലെ അതിൻ്റെ സ്റ്റഡി കാർഡ്സ്, അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്യുന്ന എക്സാംസ്, ഇങ്ങനെയുള്ള ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ ദിവസങ്ങൾ, അതിൻ്റെ സമയം എന്നിവ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ റാങ്ക് മേക്കർ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നിങ്ങൾ പരിശീലിക്കേണ്ടത്, ഏത് സമയം എന്ത് തുടങ്ങണം, എന്തായിരിക്കും അതിൻ്റെ ഒരു അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിൽ, അല്ലെങ്കിൽ ഈ റാങ്ക് മേക്കറിന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നതുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഷെഡ്യൂൾ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇരിക്കുന്നുണ്ട്. രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്ന്, നമ്മുടെ റാങ്ക് മേക്കർ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ വൈസ് ചെയ്തിട്ട് അത് ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കും. രണ്ടാമത്തെ ഒരു കാര്യം നമ്മളുടെ വീഡിയോ ക്ലാസ്സുകളെ കുറിച്ചാണ്. വീഡിയോ ക്ലാസ്സുകൾ എങ്ങനെ കാണണം, അതുപോലെ തന്നെ അതിന്റെ രീതികളെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ. ഇനി എത്ര കാര്യം ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.